ഹായ്. വീടെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയണ പോലെ ഓരോ ആൾക്കാരുടെയും സ്വപ്നങ്ങളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ അതവരെ ഏൽപ്പിക്കുമ്പോൾ മാക്സിമം ഞാൻ അവരെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീടായിരുന്നു നമ്മളെ തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെയും ഫാമിലീൻ്റെയും സ്വപ്നം. അങ്ങനെ ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാക്കാൻ ഇനി കുറച്ച് സമയം കൂടി എടുക്കും കേട്ടോ. കാരണം ഇങ്ങനൊരു ട്രഡീഷണൽ വീടൊക്കെ വെക്കണ സമയത്ത് ഒരുപാട് വർക്കുകൾ ഡിലേ വരുന്ന വർക്കുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പില്ലേഴ്സിൽ വരുന്ന അലങ്കാരപ്പണികൾ, അതേപോലെ ബെഞ്ച്, ചാരുപടി, നിങ്ങൾ ഈ കാണുന്ന എലിവേഷനിൽ വരുന്ന ഡ്രസ്സ് വർക്ക് ആൻഡ് ടൈല്, ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ടൈം എടുത്ത് ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ടൈം ഡിലേ വരണത്. കണ്ടംപററി സ്റ്റൈലിൽ ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള വീട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണതിൻ്റെ ഏകദേശം ഒരു പകുതി സമയം കൊണ്ട് തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ വർക്ക് പൂർത്തിയാകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് വർക്കുകളും അതിൽ ഇൻക്ലൂഡഡ് ആയി കഴിയും. ബാലൻസ് വരുന്ന ഒരു വർക്ക് എന്ന് പറയാനായിട്ട് പുട്ടിയുടെ വർക്ക് വരും, അതേപോലെ ടൈലിൻ്റെ വർക്ക് വരും, സാനിറ്ററി ഫിറ്റിങ്സ്, പിന്നെ കിച്ചൺ കബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്ന ഒരു വർക്ക്. അതിലിപ്പോൾ മാക്സിമം സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടത് ഈ പുട്ടിയും ടൈലും മാത്രമേ ഉള്ളൂ. നമുക്ക് കിച്ചൺ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ വർക്കൊക്കെ കഴിയുന്ന സമയത്ത് ഒരു 1 or 2 ഡേയ്സിൽ അവർ കൊടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഡോർസും ആൻഡ് വിൻഡോൻ്റെ ഗ്ലാസും. അതൊക്കെ മാക്സിമം ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്ര വലിയ വീടാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അത് കറക്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞാൽ ആദ്യം ഈ വീടിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലെ പുട്ടി ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പുട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഗ്രാനൈറ്റിൻ്റെ അല്ലെങ്കിൽ ടൈലിൻ്റെ വർക്ക് തുടങ്ങാം. അതിനുശേഷം പെയിൻറ്റിങ്ങും കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഓർഡറുകൾ കൊടുത്ത സാധനങ്ങൾ മാക്സിമം ഒരു 1 വീക്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നമ്മൾക്ക് വീടിൻ്റെ ഉള്ളിൽ കയറി താമസിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതുപോലത്തെ ട്രഡീഷണൽ വീടാവുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്ന പില്ലേഴ്സിൽ ഈ പില്ലേഴ്സും അതേപോലെ ഇതിൻ്റെ ബെഞ്ച്, ചാരുപടി, ഇങ്ങനത്തെ വർക്കുകൾക്കൊക്കെ ഒരുപാട് ടൈം ഡിലേ വരും. അതേപോലെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ഇതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പ്ലാസ്റ്ററിങ്ങിലൊക്കെ ഇതേ ഡിസൈൻ വർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്കിൽഡ് ലേബേഴ്സ് തന്നെ വേണം. അത് സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസ്ഡ് ആയ വർക്കേഴ്സിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റൂ. അതുകൂടാണ്ട് തന്നെ നോർമൽ ഒരു പ്ലാസ്റ്ററിങ് നടക്കുന്ന ആ ഒരു സ്പീഡിൽ ഒരിക്കലും ഈ രീതിയിലുള്ള വർക്കുകളൊന്നും നടക്കില്ല. കാരണം ഇതെല്ലാം ഇവർ കയ്യിൽ ഷെയ്പ്പാക്കി എടുക്കുന്നതാണ്. നമ്മൾ ഈ പില്ലേഴ്സൊക്കെ ഈ വീട് ചെയ്യണ സമയത്ത് സിമെൻറ്റിൻ്റെ റെഡിമെയ്ഡ് സ്ക്വയർ ബോക്സ് വെച്ചിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ആ ഒരു ഭംഗിക്ക് അത് അത്ര മാച്ചല്ല എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ അതിൻ്റെ ഡിസൈന് മാറ്റി ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ പോലത്തെ പില്ലേഴ്സ് തന്നെ ആക്കിയിട്ട് ചെയ്യണത്. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 മാസം കൊണ്ടൊക്കെ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ട് കയറി താമസിക്കാൻ പറ്റും. അത് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വർക്ക് വരുന്നത് നമ്മളെ പുട്ടിയുടെ വർക്കാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമ്മൾക്ക് പുട്ടി ഉള്ളിൽ ജിപ്സം പുട്ടി ചെയ്യാനായിട്ട് മാക്സിമം ഒരു 10 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പുട്ടി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൈൽസിൻ്റെ വർക്കാണ്. ടൈൽസിൻ്റെ വർക്കിന് മാക്സിമം ഒരു 20 ഡേയ്സ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് 20 ഡേയ്സിൽ നമുക്ക് ടൈൽസിൻ്റെ ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്കിപ്പോൾ പ്ലാസ്റ്ററിങ് ഔട്ട് സൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ഈ ഒരു ടൈം പീരീഡിൽ തീർക്കാൻ പറ്റും. അതല്ല ഔട്ട് സൈഡും നോർമൽ പുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതേ സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വർക്കും തീരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് വീടിൻ്റെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഈ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഈ പെയിൻറ്റർമാരല്ലാണ്ട് വേറെ ഒരു വർക്കേഴ്സും ആ സൈറ്റിൽ വരാണ്ടിരിക്കുന്നതാവും ഏറ്റവും ഭംഗി. പെയിൻറ്റിങ്ങിനായിട്ടും നമ്മൾക്ക് മാക്സിമം ഒരു 15-20 ദിവസം മതിയായിരിക്കും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഇങ്ങനത്തെ സ്റ്റീൽ വിൻഡോസ് എല്ലാം വെക്കുന്ന സമയത്ത് സ്പ്രേ പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയത്താണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതായത് ഒരു ക്ലിയർ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുള്ളൂ. പിന്നെ ഇതുപോലുള്ള കബോർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഭിത്തിയാവുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ഓർഡർ കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
കാരണം ഈ ഫെറോ സിമെൻറ്റിൽ കബോർഡുകളെല്ലാം ചെയ്യുമ്പോൾ അത് അവർ സൈറ്റിൽ വന്ന് മെഷർമെൻ്റ് എടുത്ത് പോയി അവർ മാനുഫാക്ചറിങ് ചെയ്ത് ഒരു 15 ദിവസം ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സൈറ്റിൽ വന്നിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. അപ്പോൾ ചുമരാവണ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ലാബ് എല്ലാം കഴിയുന്ന സമയത്ത് അവർക്ക് വന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അവരുടെ ഇൻസ്റ്റാളേഷൻ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ്, ഡ്രോസ് കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. കാരണം അവർക്ക് ആകെ വേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഫെറോ സിമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പാർട്ടീഷൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഓൾറെഡി സ്ട്രക്ചർ ആവണ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കബോർഡും കാര്യങ്ങളും ഇതിൻ്റെ ഡോർസ് എല്ലാം അവർ ഓൾറെഡി അവരുടെ ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് സൈറ്റിൽ നിങ്ങൾക്ക് മാക്സിമം 3 ഡേയ്സിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യും. അതുപോലെ ഒരു 3 ദിവസത്തിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത പ്രോജക്റ്റിലെ ഒരു കബോർഡ്സാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിലുള്ള കബോർഡ്സും ഡോർസ് എല്ലാം വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അതല്ല ഇനി നിങ്ങൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്ലൈവുഡിലോ മൾട്ടിവുഡിലോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഭിത്തി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് മെഷർമെൻറ്റുകളെല്ലാം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് അവരവരെ ഫാക്ടറിയിൽ വെച്ചിട്ട് ഈ കാണുന്ന കബോർഡ്സ് എല്ലാം നിർമ്മിക്കും. 3 ദിവസം എന്നുള്ളത് മാക്സിമം ഒരു 10 ഡേയ്സിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഫെറോ സിമെൻറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 ബെഡ്റൂമാണ്, 3 കബോർഡും കിച്ചണും ഇതേപോലെ ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും മാക്സിമം 1 ഡേ ആണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനായിട്ട് വരുന്നത്. അതുപോലെ റൂം ഡോർസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ടൈൽ വർക്ക് കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് നമ്മളതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ റൂം ഡോർസും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് വീടിൻ്റെ എല്ലാ വിൻഡോ ഗ്ലാസ്സുകളും ആ ഒരു സമയത്ത് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യാം. പുട്ടിയുടെ വർക്കും ടൈൽസിൻ്റെ വർക്കും കഴിയുന്ന സമയത്താണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ സ്വിച്ച്, ലൈറ്റ്സ്, സാനിറ്ററീസും ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ വർക്കേഴ്സിൻ്റെയും അപാകത തീർക്കാനായിട്ട് ഒരു 2 ദിവസത്തെ പെയിൻറ്റർമാരുടെ വർക്കും കൂടി ആ ഒരു വീട്ടിലുണ്ടായിരിക്കും കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞതിൽ വീട് പണിയെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർ വിചാരിക്കും ഇതിൽ ഞാൻ 1-2 കാര്യങ്ങൾ വിട്ടുപോയിണല്ലോ എന്ന്. അവർ പറയാൻ പോകുന്ന കാര്യം ഈ വീടിൻ്റെ വയറിങ് ആൻഡ് പ്ലംബിംഗ് ആണ്. ഈ വയറിങ്ങും പ്ലംബിങ്ങും ഞങ്ങളുടെ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതുകൊണ്ടാട്ടോ ഞാനത് വിട്ടുപോയത്. കാരണം നമ്മുടെ സ്ട്രക്ചർ പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും അതിൽ ഇൻക്ലൂഡഡ് ആയി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിട്ടുപോയത്. പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ ഓരോ 1 ഡേയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ 2 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതെല്ലാം. ഇത്രയും ഞാൻ പറഞ്ഞതൊരു നോർമൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഫുൾ ഫിനിഷ് ആവുന്ന ടൈമിംഗ് ആട്ടോ. അതന്നെ സീലിംഗ് വർക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൈമിൽ നിന്നും ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അതല്ല ഇതുപോലുള്ള ബീമുകൾ വെച്ചിട്ടുള്ള നോർമൽ സീലിങ്ങും നമുക്ക് നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഭംഗിയാക്കി എടുത്തിട്ടുള്ള ഒരു വലിയൊരു ഹാളിൻ്റെ പ്ലസ് ബീമാണ് ഈ കാണുന്നത്. ഒരു സീലിംഗ് വർക്കും ചെയ്യാണ്ട് ഈ ഒരു രീതിയിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഒരു നോർമൽ വീട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീട് ഫുൾ വർക്കും കഴിഞ്ഞ് കയറി താമസിക്കാനായിട്ട് 6 മാസത്തെ ടൈം പീരീഡ് ആട്ടോ നമുക്ക് വരിക. കാരണം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 15 ദിവസം നമ്മൾ കോൺക്രീറ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 15-20 ദിവസം ബേസ്മെൻറ്റിനായിട്ട് വരും. അതുപോലെ തന്നെ ഒരു 10 ദിവസം മിനിമം അത് മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ട് വെക്കും വേണം. പിന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ചുമര് വെക്കാനായിട്ട് നമുക്ക് 1 മാസത്തെ ടൈം പീരീഡ് വേണ്ടി വരും. ചുമരുകൾ കംപ്ലീറ്റ് ആവാനായിട്ട് ഒരു 1 മന്താണ് നമുക്ക് ടൈമിങ് ആവശ്യം വരിക. ചുമര് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് തീർക്കാനായിട്ട് സാധിക്കും. മെയിൻ സ്ലാബ് തീർന്നു കഴിഞ്ഞാൽ ഒരു 15 ദിവസം പിന്നെ ക്യൂറിംഗ് ആണ്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾക്ക് ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 6 മാസത്തിലെ 3 മാസത്തെ ടൈമിങ് ഈ ഒരു മെയിൻ സ്ലാബ് തീരുന്നതോടെ തീരും കേട്ടോ. പിന്നെ നമ്മുടെ സ്ട്രക്ചർ വർക്കിൽ വരുന്നത് വയറിങ് ആൻഡ് പ്ലംബിംഗ് ആണ്. മാക്സിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾക്കൊരു 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇത്രയും പ്രോസസ്സ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ഡിലേയും ഇല്ലാതെ പോയാലാണ് ഇത്ര ദിവസം കൊണ്ട് തീരണത്. ഒരു 20 ദിവസത്തെ ഡിലേ വെച്ചിട്ടാണ് ഞാൻ ടോട്ടൽ സ്ട്രക്ചർ വർക്കിന് ഒരു 4 മാസം കണക്കാക്കിയത് കേട്ടോ. മുന്നേ പറഞ്ഞ ഫിനിഷിംഗ് വർക്കുകൾക്ക് എല്ലാത്തിനും പാടെ കൂടിയിട്ടാണ് ബാക്കിയുള്ള 2 മാസം. അങ്ങനെ 6 മാസം പൂർത്തീകരിക്കുമ്പോൾ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഹൗസ് വാമിംഗ് ചെയ്ത് കയറി താമസിക്കാനാവും.
ഇനി ബാലൻസ് ഉള്ള ഫിനിഷിംഗ് വർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മാസത്തിൻ്റെ ഉള്ളിലും നമുക്കൊരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ടൈം പീരീഡ് പറഞ്ഞു, ഇത് ഈ സമയത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യചിഹ്നമായിട്ടാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. കാരണം ഈ ഒരു വീട് ഉണ്ടാക്കാനുള്ള എല്ലാ റോ മെറ്റീരിയലുകളും നമ്മൾ ഈ പറഞ്ഞ ടൈം പീരീഡിൽ അവൈലബിൾ ആണ്. ഇതിൽ ആകെ അവൈലബിൾ അല്ലാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതാണ് ഈ വീട് ചെയ്യാനായിട്ടുള്ള മാൻ പവർ. അത് നമ്മൾക്ക് പ്രോപ്പർ ടൈമിങ്ങിന് ഞാൻ ഈ പറഞ്ഞ പ്രകാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഞാൻ കയറി താമസിക്കാമെന്ന് പറഞ്ഞ വീട് ചിലപ്പോൾ മിനിമം 1 കൊല്ലവും ആവാം. പിന്നൊരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പർ സമയത്ത് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റും ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ പ്രോപ്പർ ടൈമിങ്ങിൽ മാൻ പവർ കിട്ടിയാൽ കൂടി നമ്മൾക്ക് 6 മാസം കൊണ്ട് ഒരു വീട്ടിൽ കയറി താമസിക്കാനായിട്ട് പറ്റുക. പിന്നെ ഞങ്ങളെ വീട് പണിയിൽ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് പൂർണ്ണമായിട്ടും ക്ലയൻ്റാണ്. അത് ഇത്രയും ഞാൻ എന്താണ് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ എമൗണ്ടിൽ ആ വർക്ക് തീരാറില്ല എന്നുള്ളത്. ആ ഒരവസ്ഥ ഞങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ എന്തായിക്കഴിഞ്ഞാലും ഞങ്ങളെ ക്ലയൻറ്റിന് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇത്രയും ഉറപ്പ് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ചെയ്യണ സമയത്ത് ബേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ ഒരു എഗ്രിമെൻറ്റും അതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ സ്ട്രക്ചറിനുള്ള എഗ്രിമെൻറ്റും ആസ് പെർ ഡ്രോയിങ് പ്രകാരം എത്രയാണോ എഴുതിയിരിക്കുന്നത് അതിൽ 1 രൂപ പോലും ഞങ്ങൾ കൂടുതലും മേടിക്കാറില്ല, 1 രൂപ പോലും കമ്മിയാവാറുമില്ല. ഇനി അങ്ങനെ എഴുതിയിട്ട് അതിൽ വ്യത്യാസം വരണമെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദി ക്ലയൻ്റ് ആയിരിക്കും. കാരണം ഇടയിൽ വരണ മോഡിഫിക്കേഷനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണലായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഞങ്ങൾ പറഞ്ഞ പ്രകാരത്തിൽ നിന്നുള്ള വ്യത്യാസം ഉണ്ടായിരിക്കുക. അതായത് സ്ക്വയർ ഫീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും, സ്ക്വയർ ഫീറ്റ് കമ്മി ആവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റേറ്റ് കമ്മിയാവും ചെയ്യും. പിന്നെ വെൻറ്റിലേഷന് വരുന്ന മാറ്റങ്ങൾ, അതേപോലെ മെയിൻ സ്ലാബ് ഉണ്ടാവുന്ന അധിക പ്രൊജക്ഷൻ, അങ്ങനെയൊക്കെ നമ്മളെ പ്ലാൻ പ്രകാരം ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ട്രക്ചർ വർക്കിൽ ഒരു അഡീഷണൽ പേയ്മെൻറ്റ് ക്ലയൻറ്റിന് തരേണ്ട ആവശ്യം വരുള്ളൂ. സ്ട്രക്ചറിന് ശേഷം ബാക്കിയുള്ള വർക്ക് ഏത് രീതിയിൽ ആ വീട് ഫിനിഷ് ചെയ്യും എന്നുള്ളത് വെച്ചിട്ടാണ് ആ ഒരു വീടിൻ്റെ ഫുൾ ഫിനിഷ് എമൗണ്ട് വരണത്. അത് ക്ലയൻറ്റിന് തീരുമാനിക്കാമെന്നുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സ്വിച്ച് ഏത് ബഡ്ജറ്റിൽ വേണമെന്നുള്ളത് ക്ലയൻറ്റിന് തീരുമാനിക്കാം. അതായത് എത്ര രൂപയുടെ സ്വിച്ച് മേടിക്കണം എന്നുള്ളത്, അതുപോലെ തന്നെ എത്ര രൂപയുടെ ലൈറ്റുകളാവാം എന്നുള്ളത് ക്ലയൻറ്റിന് തീരുമാനിക്കാം. പിന്നെ നമ്മൾക്ക് വലിയൊരു എമൗണ്ടിൽ വേരിയേഷൻ വരുന്ന ഒരു കാര്യമാണ് നമ്മളെ വീടിൻ്റെ ഫ്ലോർ വർക്കിംഗ്. അതും ഞാൻ പറയാറുള്ളത് പോലെ നമുക്ക് ഒരു ആവറേജ് 50 രൂപയുടെ ടൈൽസും ഇടാം, 150 രൂപയുടെ ഗ്രാനൈറ്റും ഇടാം. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് എത്ര ടൈല് വേണമെന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ അത് ഏത് ടൈൽ ഇടണം എന്നുള്ളത് ആ ക്ലയൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് ബഡ്ജറ്റിലാണ് ആൾ മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ കിട്ടും. ഇതുപോലെ തന്നെയാണ് സാനിറ്ററി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഡോർസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കിച്ചൺ കബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു സാധനത്തിൻ്റെ പ്രൈസ് മുൻകൂട്ടി അറിയാൻ പറ്റും. അത് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്ലയൻറ്റിന് അറിയാത്തത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് മാർക്കറ്റിൽ പോയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വീട് വെക്കണതിൻ്റെ മുന്നേ തന്നെ ആൾക്ക് ആ വീടിൻ്റെ ഒരു ഫൈനൽ എമൗണ്ട് ഏകദേശം ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ വീട് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചുമരിൻ്റെ മുകളിൽ 2 കോട്ട് ഡയറക്റ്റ് പുട്ടിയിട്ടതാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഇനി ഈ പുട്ടിയും ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പ്രൈമർ അടിച്ചാലും നമ്മളെ സ്ട്രക്ചറിൽ താമസിക്കാൻ പറ്റും. അപ്പം നമ്മുടെ വീട് ഏത് ക്വാളിറ്റിയിൽ ചെയ്യണം, ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം എന്ന് കണക്കാക്കിയിട്ടാണ് ഒരു വീടിൻ്റെ ഫൈനൽ ഫിനിഷ്, അതായത് ഒരു ഫുൾ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ബാത്റൂമിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ടാപ്പ് ഉപയോഗിക്കാം, അതുപോലെ സ്റ്റീൽ ടാപ്പ് ഉപയോഗിക്കാം. ഇതന്നെ ബ്രാൻഡഡ് ആക്കിയിട്ട് ഉപയോഗിക്കാം. 250 രൂപയ്ക്ക് നമുക്ക് ആ ടാപ്പ് കിട്ടും, 5000 രൂപയ്ക്കും ആ ടാപ്പ് കിട്ടും. അത് ഏത് മേടിച്ച് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ക്ലയൻറ്റാണ്. അപ്പം നിങ്ങളൊരു കോൺട്രാക്ടറോട് ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് ചോദിക്കുന്നത് മണ്ടത്തരാണ്.
കാരണം കോൺട്രാക്ടറുടെ രീതിയിൽ ഫുൾ ഫിനിഷ് ആക്കേണ്ട ഒരു പ്രൈസ് ആയിരിക്കും ആ കോൺട്രാക്ടർ പറയുക, അയാൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ. നിങ്ങളുടെ രീതിയിൽ ഫുൾ ഫിനിഷ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ ഘടകവും ഏത് ബ്രാൻഡ് വേണം, എല്ലാ ഡീറ്റെയിലും നിങ്ങൾ ആദ്യമേ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു എൻജിനീയർക്കോ ഒരു ആർക്കിടെക്റ്റിനോ നിങ്ങളെ വീടിന് എത്ര രൂപ ഫുൾ ഫിനിഷ് ആവും എന്നുള്ളത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് ടാപ്പ് ഉപയോഗിക്കും, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പൈസ ചിലവാവണ കാര്യങ്ങൾ വരുന്നുണ്ടോ, അതിൻ്റെ എല്ലാം ഡീറ്റെയിലിങ് നിങ്ങൾ മൈന്യൂട്ടായിട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ രീതിയിൽ നിങ്ങളെ മനസ്സിന് ഇണങ്ങിയ പോലത്തെ ഒരു ഫുൾ ഫിനിഷ് വീട് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളെ മനസ്സിന് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലായിരിക്കും അവർ മേക്ക് ചെയ്ത് തരിക. അതിനുള്ള റേറ്റും അവർ നിങ്ങളെ കയ്യിൽ നിന്ന് മേടിക്കും. ഇനി ഇത്രയും പറഞ്ഞാലും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് എത്ര രൂപയാകുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രകാരം നമ്മുടെ രീതിയിൽ ചെയ്യുന്ന കോൺക്രീറ്റ് വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് പെർ സ്ക്വയർ ഫീറ്റിന് 2500 രൂപ ആവും. ഞാൻ ഈ പറഞ്ഞ റേറ്റ് തന്നെ ഒരു നോർമൽ പ്ലോട്ടിൽ ചെയ്യണ പ്രൈസാണ് കേട്ടോ. കാരണം ഒരു സ്ഥലത്തിൻ്റെ കിടപ്പിനനുസരിച്ചിട്ട് അതിൻ്റെ ബേസ്മെൻറ്റിൽ പല വേരിയേഷനും വരാറുണ്ട്. ബേസ്മെൻറ്റിൻ്റെ ഒരു എമൗണ്ട് ഒരിക്കലും പ്ലോട്ട് കാണാണ്ട് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കാൽക്കുലേഷനിൽ നിന്നും വെച്ച് കൂടാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് കുറയാനും സാധ്യതയുണ്ട്. അത് ഭൂമിക്ക് അനുസരിച്ചിരിക്കും ബേസ്മെൻറ്റിൻ്റെ ഒരു പ്രൈസ് വരണത്. പിന്നെ വീട് നിർമ്മാണം എന്ന് പറയണത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു രൂപ പോലും നമുക്ക് തിരിച്ച് കിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന വീടുകൾ മാക്സിമം മെയിൻ്റനൻസ് ഫ്രീ ആക്കി ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഉറപ്പോടു കൂടി പണിയാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യം ഞങ്ങൾ നിർമ്മിക്കുന്ന ഞങ്ങളുടെ വീടുകൾക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ട്രക്ചറുകൾക്ക് ഞങ്ങൾ ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവരുടെ സ്വപ്നങ്ങളും പൂവണിയട്ടെ. എല്ലാവർക്കും വീട് എന്നൊരു സ്വപ്നം സഫലമാകട്ടെ.